വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു ഡൈനിങ് വോയ്സ്. ഇറ്റ്സ് മീ റാണി. അപ്പോൾ UK-യിൽ ഞങ്ങൾ ചെറിയ രീതിയിൽ ഒരു കൃഷിത്തോട്ടം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം UK-യിൽ ഭയങ്കര കോൾഡാണ്. നമ്മുടെ ക്ലൈമറ്റ് നമുക്ക് പച്ചക്കറി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അധികം സ്യൂട്ടബിൾ ഒന്നുമല്ല. പക്ഷെ നമുക്കിവിടെ ഒരു 2-3 മാസം ഇപ്പോൾ വേനൽക്കാലം വന്നല്ലോ. ആ ഒരു സമയത്ത് നമ്മൾ ചെറിയ രീതിയിൽ ഒരു പച്ചക്കറിത്തോട്ടം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. നമ്മളിവിടെ റെന്റിന് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഇവിടെ ഒക്കെ പുല്ല് നട്ട് വെച്ചേക്കുവായതുകൊണ്ട് നമുക്ക് നിലത്തൊന്നും നടാൻ പറ്റില്ലായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ഒച്ചുകളുടെ ഒരു ശല്യമുണ്ട്. അതൊന്നും നമ്മൾ എന്ത് നട്ടാലും തിന്ന് നശിപ്പിക്കും. അതുകൊണ്ട് നമ്മൾ മണ്ണിലൊന്നും നട്ടിട്ടില്ല. ചെറിയ ചെറിയ ബോട്ടിൽസ്, അതുപോലെ തന്നെ പാലിന്റെ കുപ്പികൾ, അതിലൊക്കെയാണ് നമ്മൾ പച്ചക്കറി നട്ടത്. അപ്പോൾ ഇത് നോക്കിയാൽ ഞങ്ങൾ കുറച്ച് തക്കാളി, ഇതൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച തക്കാളി വെച്ചാൽ ചെയ്തേക്കുന്നത്. നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ട് കടയിൽ പോകുമ്പോൾ ഇത്തിരി ചീയാറായ തക്കാളിയൊക്കെ ഞങ്ങൾ നോക്കിയെടുക്കുമായിരുന്നു. എന്നിട്ട് അത് മുറിച്ചിട്ട് അതിനകത്ത് ആ ഒരു അരി എടുത്തിട്ട് അത് ഡ്രൈ ആക്കിയിട്ട് മുട്ടത്തൊണ്ടിൻ്റെ അകത്ത് കുറച്ച് മണ്ണ് നിറച്ച് അതിൽ നമ്മളത് മുളപ്പിച്ചെടുത്തു. അതിനുശേഷം ചെറിയ പ്ലാസ്റ്റിക് ട്രേ, അതുപോലെ തന്നെ ഇതുണ്ടോ പാലിൻ്റെ നമ്മൾ വാങ്ങിക്കുന്ന കുപ്പികൾ, അതിലൊക്കെയാണ് നമ്മളത് നട്ടു വെച്ചേക്കുന്നത്. അപ്പം നല്ല രീതിയിൽ ഇത് കായ ഉണ്ടായിട്ടുണ്ട്. എല്ലാ ബോട്ടിലും നമുക്ക് കായ ഉണ്ടായിട്ടുണ്ട്. ഇത് നോക്കിയാൽ വീണ്ടും വീണ്ടും ഇതിൽ പൂവായി വരുന്നുണ്ട്. ഇവിടെ ഒന്ന് നോക്കിയേ, ഇത് നമ്മുടെ അരിച്ചാക്കില് നട്ടു വെച്ചേക്കുന്നത് കേട്ടോ. അത് നോക്കിയാൽ നമ്മള് 10 കിലോയുടെ അരി വാങ്ങിക്കുമ്പോൾ അതിന്റെ കവറിൽ മണ്ണ് നിറച്ച് നട്ടു വെച്ചു. ഇതിപ്പോ എന്നേല് ഹൈറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ മുകളിൽ ഉണ്ടോ ഒരു പൂങ്കുല വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കൊരു 5-8 ചോട് തക്കാളി എവിടെ ഉള്ളത്. ഇതാണ് നമ്മുടെ ആദ്യത്തെ തക്കാളി പഴുത്തത്. നമ്മൾ ഇത് ഈ ഒരു കൊലയിൽ നോക്കിയാൽ 3 തക്കാളി പഴുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ഭയങ്കരമായിട്ട് പഴുക്കുന്നതിന് മുന്നേ ഇത് മുറിച്ച് വെക്കുവാണ്. നമുക്ക് തക്കാളിനെ സേവ് ചെയ്യാന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടു. അതുകൊണ്ട് നമ്മൾ ഇന്നിപ്പോ ഈ തക്കാളി മുറിച്ചെടുക്കാൻ പോകുന്നുണ്ട്. അപ്പൊ ഈ തക്കാളി കൂടാണ്ട് പിന്നെ ഞങ്ങൾ ഇവിടെ നട്ടേക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നോക്കിയാൽ നമ്മുടെ മുളക്. ഈ മുളക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നോക്കിയാൽ കാണാം, അതില് കുറച്ച് മുളക് നല്ല സെറ്റപ്പ് ആയിട്ട് ഉണ്ടായിട്ടുണ്ട്. കുറേയേറെ പൂക്കളും ഉണ്ട് അതില്. അത് നിൽക്കുന്നത് നിങ്ങളൊന്ന് നോക്കിയാൽ ചെറിയൊരു ഫ്ലവർ വേസിന്റെ ചട്ടിയിലാണ്. അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ വാട്ടർ വാങ്ങിക്കുന്ന ചെറിയ പ്ലാസ്റ്റിക് കുപ്പികളാണ്. ഇതുപോലെ തന്നെ വെള്ളത്തിന്റെ കുപ്പിയാണ്. ഇതിലെല്ലാത്തിലും ആക്ച്വലി നോക്കുമ്പോൾ മൊട്ടായിട്ടുണ്ട്. ഇത് 2 തരത്തിലുള്ള മുളകുണ്ട്. ഒന്ന് നമ്മുടെ കൊമ്പൻ മുളകും, അതുപോലെ തന്നെ ഒന്ന് റൗണ്ടിലുള്ള മുളകും. രണ്ടിലും ഏതായാലും ഫ്ലവർ ആയിട്ടുണ്ട്. ഇനി ഇതിൽ നോക്കുമ്പോൾ നിങ്ങൾ ഈ വള്ളികൾ കാണുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നല്ല കാറ്റ് വരുന്ന സ്ഥലമാണ്. അപ്പോൾ കാറ്റ് വന്നപ്പോഴത്തേക്ക് ഇതെല്ലാം മറിഞ്ഞു വീഴാൻ വേണ്ടി പോയപ്പോൾ നമ്മൾ ചെറിയ കമ്പൊക്കെ കുത്തി കൊടുത്തിട്ട് ഇങ്ങനെ വള്ളി കെട്ടി വെച്ചു. ഇപ്പം ആ ഒരു പ്രോബ്ലം ഇല്ല. പിന്നെ ഈ ഒരു ചട്ടിയിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ, ചട്ടിയല്ല, നമ്മുടെ അരി വാങ്ങിച്ച ചാക്കാണ് കേട്ടോ. 10 കിലോയുടെ അരി വാങ്ങിക്കുമ്പോൾ ആ ഒരു ചാക്കിൽ നമ്മൾ കുറേ സവാള നട്ടുവെച്ചാണ്. ഇത് നോക്കി, ഇതിലെല്ലാം ഫ്ലവർ ആയിട്ടുണ്ട്. എനിക്കിത് ഇതിന്റെ തണ്ട് ഇങ്ങനെ വീണ് ഉണങ്ങി കഴിയുമ്പോഴാണ് നമ്മളിത് പറിച്ചെടുക്കാവുന്നത്. ഇത് നമ്മൾ 1-2 വട്ടം നട്ട സവാളയൊക്കെ പറിച്ചായിരുന്നു. അതിൽ നിന്ന് കുറേ ഏറെ കിട്ടിയായിരുന്നു. നിയർലി ഒരു 1/2 കിലോ അടുത്ത് നമ്മൾ ഇവിടുന്ന് സവാള നമ്മൾ പറിച്ചിട്ടുണ്ട്. ചെറിയ രീതിയിൽ ഇങ്ങനെ ഉണ്ടാക്കിയതിന് ശേഷം ഈ പൊങ്ങി നിൽക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൊട്ടറ്റോ ആണ്. UK-യിലെ ക്ലൈമറ്റ് പൊട്ടറ്റോ കൃഷിക്ക് ഭയങ്കര സ്യൂട്ടബിൾ ആണ്. നമ്മളിങ്ങനെ നോക്കുമ്പോൾ പൊട്ടറ്റോന്റെ വലിയ പാടങ്ങളൊക്കെ ഉണ്ട്, ഏക്കർ കണക്കിന്. നമ്മളൊരു ചെറിയൊരു ബോക്സ് ഇങ്ങനെ വഴിയിൽ കിടന്ന് കിട്ടിയപ്പോൾ അതിങ്ങനെ എടുത്തുകൊണ്ട് വന്ന് അതിൽ മണ്ണ് ഫില്ല് ചെയ്തിട്ട് പൊട്ടറ്റോയ്ക്ക് ഇത്തിരി സ്ഥലം കൂടുതൽ കിട്ടട്ടെന്ന് വെച്ചിട്ട് അതിനുള്ള നട്ടേക്കുന്നത്. അപ്പൊ ഇതൊരു 3-4-5 ചോടാണ്. ഇത്രയും അടച്ചു നിൽക്കുന്നുണ്ട്. ആദ്യം ഞങ്ങൾ ഇത് ഒരു പൊട്ടറ്റോ ഒരു 1/2 കിലോ അടുത്ത് പറിച്ചതാണ്. അതിനുശേഷം രണ്ടാമത് നട്ടതാണ് ഈ ഒരു പൊട്ടറ്റോ. ഉണ്ടോ പൊട്ടറ്റോ ഇതൊക്കെ പറിക്കാറായതാണ്. ഇവിടെ ഒരു ചോടുണ്ട്, ഇവിടെ ഒരു ചോടുണ്ട്. ഇതൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. അത് മീൻസ് അത് പറിച്ചെടുക്കാറായതാണ്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ചീരയുണ്ട്. ഇത് നോക്കിയാൽ കാണാം ഒരു തണ്ട്. ഇതുണ്ടോ, ഇത്ര ഉള്ള ഒരു തണ്ട് മാത്രം നമുക്ക് നെയ്ബറിന്റെ അടുത്ത് നിന്ന് കിട്ടിയതാണ്. നമ്മൾ ഇതിൽ നിന്ന് ഒരു ഇല ഒന്നും നുള്ളി എടുത്തിട്ടില്ല. കാരണം നമുക്ക് ഒരൊറ്റ ഒരെണ്ണം ഉണ്ടായിരുന്നല്ലോ. അത് നമ്മൾ ഈ ബക്കറ്റിൽ ഇങ്ങനെ നട്ടു വെച്ചു. ഇപ്പൊ നോക്കിയാൽ നന്നായിട്ട് ഇതിന്റെ പൂവായിട്ടുണ്ട്. ഇതെല്ലാം വിത്തുകളാണ്. അപ്പൊ അതുകൊണ്ട് പർപ്പസ്ഫുള്ളി ഇതിൽ നിന്നൊന്നും എടുക്കാണ്ട് വെച്ചതാണ്. ഇത് മുഴുവൻ ഫ്ലവർ. ഇത് നമ്മളെല്ലാം ഡ്രൈ ആക്കിയിട്ട് പാകി കഴിയുമ്പോൾ നമുക്കൊരു ചീരത്തോട്ടം തന്നെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മളൊരു പരീക്ഷണത്തിന് ചെയ്ത കേട്ടോ, ഒരു രസത്തിന്. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ക്യാരറ്റ്, ഇതുപോലെ തന്നെ ക്യാരറ്റിന്റെ മൂട് നമ്മൾ എടുത്തിട്ട് അതും വെള്ളത്തിൽ വെച്ച് മുളപ്പിച്ചെടുത്തിട്ട് ഇതിലേക്ക് നട്ടതാണ്. സംഭവം ഏതായാലും നന്നായിട്ട് കയറി വരുന്നുണ്ട്. ഇതിനുള്ളിൽ എന്താ ഉണ്ടാകുക എന്നൊന്നും അറിയത്തില്ല. പിന്നെ ഇതുണ്ട്, ഇത് നമ്മുടെ ഒരു ക്യൂട്ട് ചട്ടിയിൽ നമ്മുടെ സ്ട്രോബെറി ആണ്. നമുക്ക് ലാസ്റ്റ് ഇയറിൽ നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ അവിടെ നമ്മൾ ഒരൊറ്റ ചോട് സ്ട്രോബെറി കൊണ്ട് നട്ടു. അതിനുശേഷം അക്കോമഡേഷൻ മാറിയപ്പോൾ ഇതിലൊന്നും ഉണ്ടായിരുന്നില്ല, ഒക്കെ ഉണങ്ങിപ്പോയി. ഞാൻ എന്താണല്ലോ ആ ചട്ടി ഇവിടെ കൊണ്ടു വെച്ചു. ഈ വർഷം ആ ഒരു സ്ട്രോബെറി സീസൺ ആയപ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് മുളച്ചു വന്നു. ഇതിലൊരു 3 സ്ട്രോബെറി എനിക്ക് ഉണ്ടായി കിട്ടുകയും ചെയ്തു. ഞങ്ങളത് പറിച്ച് കഴിച്ചു. നമുക്ക് ഇവിടെ ഒരു ചോട് സ്ട്രോബെറി ഉണ്ട്. നമുക്ക് 3ാമതൊരു ചോട് സ്ട്രോബെറി ഉണ്ട്. അതും ഇതുപോലെ തന്നെ നീണ്ടു വരുന്നുണ്ട്. ഇതെല്ലാം മണ്ണിൽ നട്ടാൽ പുതിയ പുതിയ ചെടിയായി മാറും. പിന്നെ ഇത് നമ്മളൊരു വീഡിയോയിൽ ഇൻസ്പിറേഷൻ കൊണ്ടിട്ട് ഉണ്ടാക്കിയതാട്ടോ. ഇത് കണ്ടോ, ഒരു ബോട്ടിൽ തലമുത്തി വെച്ചിട്ട് ഇവിടെ നമ്മൾ ചെടി നട്ടു. അപ്പോൾ ഇങ്ങനെ നട്ടിട്ട് ഇത് വർക്കൗട്ട് ആവുമെന്ന് അറിയില്ലായിരുന്നു. ബട്ട് ഇത്ര മണ്ണൊക്കെ ഉള്ളൂ. പക്ഷേ ഇത് നോക്കിയേ, ഇതിൽ ഇവിടെ ഒരെണ്ണം ഉണ്ടായിട്ടുണ്ട്, ഇവിടെ ഒരു കൊല ഉണ്ടായിട്ടുണ്ട്. മുകളിലേക്കെല്ലാം പുതിയ കൊല
തക്കാളി ഉണ്ടായി വരുന്നുണ്ട്. നമ്മൾ ചെറിയ ട്രിപ്പ് പോയപ്പോഴത്തേക്കും നമ്മൾ വെള്ളം നനയ്ക്കാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് എല്ലായിടത്തും തന്നെ ഇങ്ങനെ നോക്കി കുപ്പികളാക്കി ഇട്ടു. ഒരു രസകരമായിട്ടുള്ളൊരു കാര്യമുണ്ട്. ഇത് ഞങ്ങളൊരു തമാശക്ക് ഒരു പൂൺ കടുക് എടുത്തിട്ട് ഇവിടെ ഒന്ന് വെതർ നോക്കിയതാ. കാരണം ഇവിടെ കടുകിന്റെ പാടം കണ്ടിട്ടുണ്ട് നമ്മള്. ഇത് അതുപോലെ തന്നെ ഈ കടുകിന് വെള്ളത്തിന് വേണ്ടി ചെയ്തതാ. കടുക് നോക്കി ഇത് ഉണ്ടാവും എല്ലാം നല്ല മൂത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നമ്മൾ ഇത് ആകുമെന്നൊന്നും നമുക്ക് അറിയില്ലായിരുന്നു, ജസ്റ്റ് ഒരു ഫണ്ടിന് വേണ്ടി ചെയ്തതാണ്. അതിന് കുറച്ച് നമ്മളിങ്ങനെ പറിച്ചെടുത്തത് ഉണ്ടോ, പൊട്ടിച്ച് നോക്കിയപ്പോഴത്തേക്കും ഇതേ എക്സാക്ട്ലി ആ ഒരു സെയിം കടുക് തന്നെയാണ്. അപ്പൊ ഇതേ ഒരു കുറച്ചെണ്ണം പൊട്ടിച്ചപ്പോ ഇത്രയും കിട്ടി. അപ്പൊ ഇതെല്ലാം കൂടെ പൊട്ടിച്ചെടുക്കുമ്പോഴത്തേക്കും കുറച്ച് കടുക് ഇത് ഉണ്ടാവും. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചാല്, എന്റെ പച്ചക്കറി തോട്ടം ഞാൻ പറഞ്ഞാലും ഇതിൽ എന്റേതായിട്ടുള്ള യാതൊന്നും ഇല്ല. ഇത് ഫുള്ള് ചെയ്തത് എമിലും അതുപോലെ തന്നെ എന്റെ പപ്പ നാട്ടിൽ വന്ന സമയത്ത് പപ്പയും കൂടെ കൂടിയിട്ട് ചെയ്തതാണ്. നമ്മൾ ചെറിയ രീതിയിൽ കുറച്ച് ഉള്ളിയും പൊട്ടറ്റോയും പറിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇതിൽ നിന്ന് ഒന്നും ഇതുവരെ വിളവെടുത്തിട്ടില്ല. നമ്മുടെ ആദ്യത്തെ തക്കാളി നമ്മളിപ്പോ പറിക്കാൻ പോവാണ്. നോക്കാം. അപ്പൊ നമ്മള് ആദ്യത്തെ തക്കാളി പറിക്കാൻ പോവാണ്. അപ്പൊ തക്കാളി നട്ടപ്പോ മുതല് കുഞ്ഞിപ്പെണ്ണിന്റെ കൈയെത്തുന്ന രീതിയിൽ നിൽക്കുവാണ്. അപ്പൊ അത് ആദ്യത്തെ തക്കാളി പഴുത്ത് കഴിയുമ്പോൾ കൊച്ചിനെ കൊണ്ട് പറപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ടാവുണ്ട്. കൊച്ചും ഞാനും കൂടെ കൂടിയാ പറിക്കുന്നത്. കണ്ടോ, നോക്കിയോട്ടോ. അതാ നമ്മള് തക്കാളി പറിക്കാൻ പോവാണേ. കാണിച്ചു കൊടുത്തേ, നാണിയമ്മേനെ കാണിച്ചു കൊടുത്തേ. നമ്മുടെ ഫസ്റ്റ് തക്കാളിയേ. അങ്ങനെ നമ്മുടെ മഞ്ഞ കളറായ തക്കാളി പറിച്ചിട്ടുണ്ട്. ഇനി ഇത് ഇങ്ങനെ തന്നെ ടേബിളിൽ ചുമ്മാ കൊണ്ടുപോയി ഒരു പാത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് കളറായി ചുമന്ന് വരുമെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ബാക്കി ഇനി മഞ്ഞ ആവുന്നതനുസരിച്ച് പറിക്കാനാണ് ഇരിക്കുന്നത്. കാരണം ഇത് പഴുത്ത് വരുമ്പോഴേക്കും നമ്മുടെ തക്കാളിയുടെ ചെടി പയ്യെ വാടി തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതിനേക്കാൾ നല്ലത് ഇത് പറിച്ചു വെക്കുന്നതാണ്. പിന്നെ പഴുക്കാൻ വെച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രാണികളുടെ ശല്യങ്ങൾ കൊണ്ടും. അപ്പോൾ അതൊക്കെ കുറയ്ക്കാൻ വേണ്ടി ഈ സമയത്താണ് പറിക്കേണ്ടതെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ ഇനി ബാക്കി ഇവിടെയുള്ള പൊട്ടറ്റോയും ഉള്ളിയൊക്കെ പറിക്കാൻ നേരത്ത് അതൊരു ഫുൾ വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതാണ്. അപ്പോൾ ഒരു ഇച്ചിരി മണ്ണും ഒരു ചാക്കോ അല്ലെങ്കിൽ ഒരു ഗ്രോ ബാഗോ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തും നട്ട് ഉണ്ടാക്കാം എന്നുള്ളൊരു എക്സാമ്പിളാണിത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു കൃഷി ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളും വീട്ടിൽ ഇതൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻസ് അത് വളരെ വേണ്ടപ്പെട്ടതാണ്. അപ്പോൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. ഞാൻ ആ പറിച്ച തക്കാളിയും പിന്നെ പറിച്ച തക്കാളി എല്ലാം കൂടെ കൂട്ടി ഒരു പാത്രത്തിലിട്ട് അടുക്കളയിൽ വെച്ചു കേട്ടോ. അത് ഓരോ ദിവസം വരുംതോറും അതിൻ്റെ കളർ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ടായിരുന്നു. അത് ഈ ഓറഞ്ചായ തക്കാളിയാണ് പെട്ടെന്ന് കളറ് മാറുന്നത്. പച്ചയായിട്ട് പറിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ സമയം എടുക്കുകയാണ് കളറ് മാറാൻ വേണ്ടി. അങ്ങനെ ഒരു 5-6 ദിവസം കൊണ്ട് ആ ഓറഞ്ച് തക്കാളി ചുമന്ന കളറായി. കൂടെ ഉണ്ടായ ചെറിയൊരു തക്കാളി വേറെയും ചുമപ്പായി വന്നു തുടങ്ങണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ തക്കാളി പഴുപ്പിച്ചെടുക്കുന്നത്.